ഇപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ദൃശ്യം ത്രീയുടെ വാർത്തകൾ ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു 350 കോടിക്ക് ഇതിൻ്റെ റൈറ്റ്സ് എല്ലാം വിറ്റു പനോരമ സ്റ്റുഡിയോയ്ക്ക് വേണ്ടി. അപ്പോൾ ഇതിൻ്റെ ഷൂട്ടിങ് ഇന്നലെയാണ് അവസാനിച്ചത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ലാലേട്ടൻ ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ആ ദൃശ്യങ്ങൾ വളരെ മനോഹരമായിരിക്കും. നമ്മളെ പ്രതീക്ഷിച്ചതിനേക്കാൾ മുകളിൽ ഈ ചിത്രം മാറുമെന്ന് നമുക്കൊരു തോന്നൽ, പ്രത്യേകിച്ച് ജോർജ് കുട്ടിയെ കണ്ടു കഴിയുമ്പം നമുക്കുണ്ടാകുന്ന ഒരു കുളിരുണ്ടല്ലോ, അത് പ്രത്യേകതയാണ്. പ്രത്യേകിച്ച് മലയാളി പ്രേക്ഷകർ, സിനിമ കാണുന്ന മലയാളി പ്രേക്ഷകർക്കെല്ലാം അറിയാം ജോർജ് കുട്ടി എന്താണ്. അതുപോലെ 2-ാം തീയതി അല്ലേ ധ്യാനത്തിന് പോയ ആ ദിവസമൊക്കെ എല്ലാവർക്കും ഓർമ്മയാണ്. അങ്ങനെ മലയാളി കുടുംബങ്ങളുമായിട്ട് ഏറ്റവും കൂടുതൽ ചേർന്ന് നിൽക്കുന്ന ഒരു ചിത്രമാണ് ദൃശ്യം 2. അതുകൊണ്ടാണ് ദൃശ്യത്തിൻ്റെ എത്ര ഭാഗങ്ങൾ വന്നാലും മലയാളികൾ പെട്ടെന്ന് ലിങ്കാവും. അത് ആ ജോർജ് കുട്ടിക്ക് എന്ത് സംഭവിച്ചു എന്ന് അറിയാൻ വേണ്ടിയാണ് മലയാളികൾ കാത്തിരിക്കുന്നത്. ഏതായാലും ആ വീഡിയോ ഒന്ന് കാണാം. ഷൂട്ടിങ്ങെല്ലാം അവസാനിച്ചു. അപ്പം ആ വീഡിയോ ഒന്ന് കാണാം. Okay, sir. No. Yeah. എല്ലാവർക്കും താങ്ക്സ്. It's a backup! ജോർജ് കുട്ടി കറക്റ്റാണോ? എല്ലാരും കൂടെ പറഞ്ഞപ്പോ ഒരു ഡൗട്ട്. കറക്റ്റാണ്. ലാലേട്ടൻ്റെ ആ നാണം കണ്ടെന്നൊരു ചിരിയുണ്ട് എല്ലാവരും കഴിയിച്ചപ്പോൾ അല്ലേ, വളരെ രസകരം അല്ലേ. ചിത്രത്തിലുണ്ടാകുമ്പോൾ ഇത് ലാലേട്ടൻ്റെ ഒരു പ്രത്യേക സ്റ്റൈലുണ്ട്. ജോർജ് കുട്ടിയായിട്ട് എനിക്ക് തോന്നുന്നു ഏത് പ്രായത്തിൽ വന്നാലും നമ്മൾ എത്രയോ കൊല്ലം മുമ്പ് കണ്ട ജോർജ് കുട്ടി പോലെ തന്നെ ഇരിക്കുന്നു ഇപ്പോഴത്തെ ജോർജ് കുട്ടി. അതാണ് ലാലേട്ടൻ മാജിക് എന്നൊക്കെ പറയുന്ന സാധനം. അതുപോലെ ജോർജ് കുട്ടി എന്ന് പറയുന്നത് ലാസ്റ്റ് എഴുതിയേക്കുന്നത് ലാലേട്ടൻ്റെ ഹാൻഡ് റൈറ്റിങ്ങിൽ തന്നെയാണ്. അപ്പോൾ എല്ലാം ഓക്കെ ആയി, എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. അതിലുപരി എന്ന് പറഞ്ഞാൽ ഈ പടം ഷൂട്ടിങ് നടന്നുകൊണ്ടിരുന്നപ്പോൾ തന്നെ വിറ്റുപോയതും നിർമ്മാതാക്കളെയും സംവിധായകനെയൊക്കെ വളരെ ആനന്ദിപ്പിക്കും. കാരണം അതിൻ്റെ അണിയറ പ്രവർത്തകരൊന്നും പ്രതീക്ഷിക്കാത്ത ലെവലിലല്ലേ ഈ ചിത്രം പോയത്. അത് തന്നെയല്ല, മലയാളികൾ മാത്രമല്ലേ ഈ ചിത്രം നോക്കിയിരിക്കുന്നത്. കാരണം ലോകമെമ്പാടുമുള്ള സിനിമയെ സ്നേഹിക്കുന്ന എല്ലാവരുമാണ് നോക്കിയിരിക്കുന്നത്. നമ്മുടെ ഇവിടെ കുറച്ച് ആൾക്കാരുണ്ട് നെഗറ്റീവ് പറയാൻ. എന്നാലും ഈ ദൃശ്യം 2 എന്ന് പറയുന്ന OTT വന്നതിന് ശേഷം എല്ലാവരും ഈ ചിത്രം കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അതിനുശേഷം എല്ലാവരുടെയും കാത്തിരിപ്പാണ് ദൃശ്യം 3ക്ക് വേണ്ടി. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു ഹിന്ദി ഈ പനോരമ സ്റ്റുഡിയോ ഇത് ഏറ്റെടുത്തതെന്ന് പറഞ്ഞാൽ അവർക്ക് ഹിന്ദി എത്രയും പെട്ടെന്ന് ഇറക്കണം. അവർ അതിനു വേണ്ടിയാണ് ഈ കോടികൾ മുടക്കിയാലും വേണ്ടില്ല, ഹിന്ദി വേണം അവർക്ക്. അതാണ് അവരുടെ ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്. അതിനുവേണ്ടിയാണ് അവർ ഈ കോടികൾ മുടക്കി ഇത് എടുത്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു എല്ലാ ഭാഷയിലും അവർ തന്നെയായിരിക്കും റൈറ്റ്സ് വിൽക്കാനുള്ള സാധ്യത. ഇനി അത് കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. ഏതായാലും ഈ അതിനിടയിൽ കേൾക്കുന്ന ഒരു വാർത്ത 350 കോടി അല്ലാതെ തന്നെ ആശീർവാദിന് ഈ തിയേറ്റർ ഷെയർ ചെയ്യുന്ന ഒരു ഷെയർ കിട്ടും. മലയാളത്തിൽ ഇതിറക്കാനുള്ള അധികാരം ആശീർവാദിനുണ്ട് എന്നൊക്കെയാണ് കേൾക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 500 കോടിക്ക് മുകളിൽ നിൽക്കുന്ന ഒരു ബിസിനസ് ആയിരിക്കും നടന്നിരിക്കുന്നത്. ഏതായാലും കാത്തിരിക്കാം അല്ലേ. ദൃശ്യം അപ്ഡേറ്റിങ്ങൾക്കൊക്കെ വേണ്ടി എനിക്ക് തോന്നുന്നു ജനുവരിയിൽ ഇറങ്ങുകയാണെങ്കിൽ അത് ഭയങ്കര സംഭവമായിരിക്കും. ജനുവരിയിൽ എനിക്ക് തോന്നുന്നു 9-ാം തീയതി കഴിഞ്ഞ് ഇറക്കാൻ സാധ്യതയുള്ളൂ. കാരണം നമ്മുടെ ജനനായകൻ വിജയുടെ ചിത്രം ഇറങ്ങുന്നു, അതിന് ശേഷമായിരിക്കും ഇറങ്ങുന്നത്. അല്ലെങ്കിൽ ഒരു പക്ഷേ മാർച്ച് ഏപ്രിൽ മാസമായിരിക്കാം ചിത്രം ഇറങ്ങുന്നത്. നമുക്ക് കാത്തിരിക്കാം.
അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാനെത്താം. ഓക്കെ ബൈ.